ക്രിസ്തു ഇവയൊക്കെ പൗലൂസിന്റെ ചിന്തകളെ സ്വാധീനിക്കുകയും അത്തരം സ്വാധീന ശക്തികൾ ചിന്തകൾ തൻ്റെ ബുദ്ധിയെയും തൻ്റെ യുക്തിയെയും തൻ്റെ വിശ്വാസത്തെയും ഒക്കെ നന്നായി പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തി ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രിസ്തു വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ രൂപപ്പെടുത്തിയ ചിന്തകളാണ് വാസ്തവത്തിൽ ഈ പൗലൂസിന്റെ ദൈവശാസ്ത്ര ചിന്തകൾ എന്ന് പറയുന്നത്. എന്താണ് പൗലൂസിന്റെ ഒരു ക്രിസ്തീയ പശ്ചാത്തലമുണ്ടായി, എന്തൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നതാണ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നിന്നും ചിന്തിക്കുന്നത്. ഒന്ന്, പൗലൂസിന്റെ ക്രിസ്തീയ പശ്ചാത്തലം തന്നെ സ്വാധീനിച്ച രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാമത്തത് തനിക്കുണ്ടായ വെളിപ്പാടാണ്. റെവലേഷൻ എക്സ്പീരിയൻസ് ആണ് തനിക്കുണ്ടായ വെളിപ്പാട്. രണ്ട്, പൂർവികരിൽ നിന്നും തനിക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ, അഥവാ പൈതൃകമായി പാരമ്പര്യമായി. അത് ഞാൻ പുറകെ വിശദമാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ട്രഡീഷൻസ് എന്ന് വെക്കുക, എന്ന് മനസ്സിലാക്കുക. ഒന്ന് വെളിപ്പാട്, രണ്ട് ട്രഡീഷൻസ്. ഈ രണ്ട് ഭാഗമാണ് തന്നെ സ്വാധീനിച്ച ക്രൈസ്തവ പശ്ചാത്തലം എന്നും നമ്മൾ ചിന്തിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നു, വെളിപ്പാട്. എന്താണ് വെളിപ്പാട് എന്ന് പറയുന്നത്? നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോക്കാലിപ്സ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്ന ഒരു വാക്കാണല്ലോ അത്, അപ്പോക്കാലിപ്സ്. അതിന്റെ യഥാർത്ഥ മലയാളം മറ നീക്കി പ്രദർശിപ്പിക്കപ്പെട്ടത്, തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞിരുന്നത് കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടത്, ഇതൊക്കെയാണ് വാസ്തവത്തിൽ വെളിപ്പാട് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഒന്നുകൂടി ചിന്തിച്ചാൽ, മനുഷ്യന് തൻ്റെ ബുദ്ധിക്കും തൻ്റെ യുക്തിക്കും തൻ്റെ അറിവിനും തൻ്റെ ജ്ഞാനത്തിനും തൻ്റെ പരിചയത്തിനും തൻ്റെ പഴക്കത്തിനും താൻ ഏതെല്ലാം സോഴ്സിലൂടെ ഒരു വസ്തുതയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ അത് നിലനിൽക്കെ അതിനപ്പുറമായി അതിനെ പോലും ഭരിക്കാൻ തക്ക നിലയിലുള്ള ഒരു അമാനുഷികമായ ശക്തിയുടെ നിരന്തരമായ ഇടപെടലുകളിൽ തനിക്കുണ്ടാകുന്ന ബോധ്യമാണ് വാസ്തവത്തിൽ വെളിപ്പാട്. വല്ല മനസ്സിലായോ? അല്ല, ഇങ്ങനെ പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ലെ നമ്മൾ ഈ ഡെയിലി ഞാനിങ്ങനെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ എന്ന് എൻ്റെ പാസ്റ്ററെ നമ്മൾ ഈ പാവയ്ക്കാ കാണുന്നത് സ്വപ്നം. നമ്മൾക്കുണ്ടാകുന്ന വെളിപ്പാടെന്നല്ല, അങ്ങനെ ചിന്തിക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ കയ്പിന്റെ അനുഭവം എന്നും നമ്മള് വെളിപ്പാടെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചേ, നമ്മളൊക്കെ പൈതൃകമായി പാരമ്പര്യമായി എന്തെല്ലാം വിശ്വാസ പ്രമാണങ്ങളെ നന്നായി ചെറുപ്പം മുതലേ ഹൃദയത്തിൽ താലോലിച്ച് ഉറപ്പിച്ച് അതാണ് ശരിയെന്ന് പറഞ്ഞ് വന്ന ആളുകളാ. അതല്ല ശരിയെന്നൊരിക്കൽ പ്രഖ്യാപിക്കുവാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം എന്താ? അതാ വെളിപ്പാട്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മളെ വിശ്വാസത്തിന്റെ നമ്മൾ ഉറച്ച് ഇതാ ശരിയെന്ന് പറഞ്ഞ് നിന്നതിനെ പോലും തെറ്റ് എന്ന് ഉറക്കെ പറയാൻ ആർജവത്തോടുകൂടി, തൻ്റെ ഇടത്തോടുകൂടി, അഭിമാനത്തോടു കൂടി തള്ളിക്കളയാൻ നമ്മളെ പ്രേരിപ്പിച്ച ഒരു വസ്തുതയുണ്ട്. അതിനാണ് വെളിപ്പാടെന്ന് പറഞ്ഞത്. ലളിതമായിട്ട് പറഞ്ഞു, ഒന്നുകൂടി ഞാൻ പറയാം. നമ്മളൊരു വസ്തുത സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ ഒരു വസ്തുത ഒരു യാഥാർത്ഥ്യം സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ സ്വീകരിക്കൂ. അതാണ് ശരി. ഒന്ന്, നമ്മുടെ യുക്തിപരമായി ചിന്തിച്ചിട്ട് ഇത് എൻ്റെ യുക്തിക്ക് സ്വീകാര്യമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പല നിലയിൽ പല ആംഗിളിൽ നമ്മൾ ചിന്തിക്കും. നമുക്ക് ലഭിക്കുന്ന നമ്മുടെ അറിവനുസരിച്ച് നമുക്കുള്ള ജ്ഞാനമനുസരിച്ച് പാരമ്പര്യമായി പൈതൃകമായി നമ്മൾ അറിഞ്ഞു വെച്ചിട്ടുള്ള പ്രമാണം വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപപ്പെടുത്തി വെച്ചിട്ടുള്ളതിനെ തെറ്റെന്ന് നമുക്ക് വിളിച്ചു പറയണമെങ്കിൽ ഇതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു അമാനുഷിക ശക്തി ഉണ്ടാവും.
ഒരു ദൈവിക ശക്തി, അമാനുഷിക ശക്തി എന്ന് പറഞ്ഞാൽ ഒരു ദൈവിക ശക്തി ഉണ്ടാവും. ഒരു പ്രാപഞ്ചിക ശക്തിക്കപ്പുറമായിട്ട് ഒരു അമാനുഷിക ശക്തി അതിന്മേൽ പ്രവർത്തിച്ചിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഉണ്ടാകുന്ന ആ ശരിയായ ബോധ്യപ്പെടലാണ് വെളിപ്പാട്. മനസ്സിലായോ? സത്യത്തിൽ വെളിപ്പാടെന്ന് പറഞ്ഞത് ഉണ്ടാകുന്നത് മറ്റാർക്കും ലഭിക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് മാത്രം നമ്മുടെ മേൽ മാത്രം വ്യാപരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും നമ്മുടെ തത്വത്തെയും നമ്മുടെ ഇസങ്ങളെയും നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെയും എല്ലാം തെറ്റെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു അമാനുഷികമായ ശക്തി. അതാണ് വാസ്തവത്തിൽ വെളിപ്പാട്. ഇത് ശ്രദ്ധിച്ചേ, മറ്റൊരു കാര്യം കൂടി പറയാം. ഇനി നമ്മളെല്ലാം വെളിപ്പാട് ഒരു വെളിപ്പാടിന്റെയും, അല്ലെങ്കിൽ ഒരു ഉദ്ദീപനത്തിന്റെ, അല്ലെങ്കിൽ നമുക്കൊരു ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, നമ്മളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു റിവൈവൽ, അല്ലെങ്കിൽ ഒരു ഉണർവിന്റെ, ഒരു പുതിയ അറിവിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല കാര്യങ്ങളിലും ശരിയാണെന്ന്, ഇത് തെറ്റാണെന്നും അത് ശരിയാണെന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പം നമ്മളെല്ലാം ക്രിസ്തുവിന്റെ പിന്നാലെ ഇറങ്ങി പുറപ്പെടാൻ ഇരയായി തീർന്നത് നമുക്കുണ്ടായ കൃത്യമായ ഒരു വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പം വെളിപ്പാടെന്ന് പറഞ്ഞാൽ മറ നീക്കി പ്രദർശിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ ലളിതമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചേ, പൗലോസിനുണ്ടായ വെളിപ്പാടെന്ന് പറഞ്ഞാൽ ഗലാത്യലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ താൻ പറയുന്നത് ക്രിസ്തുവിന്റെ വെളിപ്പാട് നിമിത്തമാണ് ഇതെല്ലാം സമ്മതിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഉയർത്തെഴുന്നേറ്റ തന്റെ വിളിയെക്കുറിച്ച് പങ്കുവെക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വെളിപ്പാട് നിമിത്തം ഞാനത് സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ, പ്രസ്തുത വെളിപ്പാട് താൻ കണ്ടുമുട്ടിയത് തേജസ്സിന്റെ കർത്താവിനെ ആയിരുന്നു എന്ന് തനിക്ക് ബോധ്യമായി. ശരിക്കും വെളിപ്പാട് ഒരു ബോധ്യമാണ്, ഒരു ബോധ്യപ്പെടുത്തലാണ്, ഒരു അറിവിനെ അംഗീകരിക്കലാണ്. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, ഒരു അറിവിന് നമ്മൾ എന്ന് അംഗീകരിക്കുമോ ആ അംഗീകാരമാണ് വാസ്തവത്തിൽ വിശ്വാസമായി പരിണമിക്കുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ഒരു അറിവെന്ന് പറഞ്ഞാൽ ഒരു ബോധ്യം, നമുക്കുണ്ടാകുന്ന ഒരു ബോധ്യത്തെ നമ്മൾ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ബോധ്യമാകുമ്പോൾ എന്ന് അതിനെ അംഗീകരിക്കുമോ അവിടെ മുതലാണ് നമുക്ക് വിശ്വാസം ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് നമുക്ക് ആസ്വാദ്യകരമാകണം, അതിനെ ടെസ്റ്റ് ചെയ്യാൻ, സെൻസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ വിശ്വാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ചില ബോധ്യം, ആ ബോധ്യത്തെ എന്ന് ഞാൻ അംഗീകരിക്കുന്നു അന്ന് മാത്രമേ അത് വിശ്വാസമായി പരിണമിക്കുകയുള്ളൂ. അമേരിക്കയിൽ ഇന്ന് വരെ പോകാത്ത ഞാൻ പറയുക അമേരിക്ക ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. ഞാനത് വിശ്വസിക്കുന്നത് അതിനെക്കുറിച്ചുള്ള അറിവ് ഞാൻ പല നിലയിലാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ഞാൻ റിട്ടേൺ ആയിട്ട് എനിക്ക് എഴുതപ്പെട്ട അതിനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, മറ്റുള്ളവരെ വാമൊഴിയായിട്ട്, പോയി കണ്ട ആളുകളുടെ സാക്ഷ്യം നിമിത്തം, ഇപ്പോൾ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ പ്രത്യക്ഷമായ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ സെലസ്റ്റിയൽ ബോഡി കൊണ്ട്, എൻ്റെ ഈ മോർട്ടൽ ബോഡി കൊണ്ട് ഞാൻ അവിടെ പോയില്ല എങ്കിൽ പോലും എനിക്കത് കൃത്യമായിട്ട് ഞാൻ അംഗീകരിക്കാൻ പറ്റും. ഞാൻ എൻ്റെ അറിവുകളൊക്കെ അംഗീകരിക്കുന്നുവോ അന്നാണ് എനിക്കത് വിശ്വാസമായിട്ട് ഇങ്ങനൊരു രാജ്യം ഉണ്ട് എന്ന് എനിക്ക് വിശ്വാസം എൻ്റെ ഉള്ളിൽ വരുന്നു. ഞാൻ പറഞ്ഞ ആശയങ്ങൾ ലളിതമായിട്ട് ഇത്ര നേരം പറഞ്ഞ ആശയങ്ങൾ മനസ്സിലാകുന്നുണ്ട് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, ഈ വെളിപ്പാട് പൗലോസിന് ഉണ്ടാകുന്നത് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് താൻ എന്ത് ചെയ്തു? എന്ന് താൻ അംഗീകരിക്കുന്നുവോ അന്ന് മുതൽ എന്ത് ചെയ്യുക? തനിക്കത് വിശ്വാസമായി തീരുന്നു. രണ്ടാമത്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവും മശിഹയുമാണെന്ന് താൻ മനസ്സിലാക്കുന്നു. ഈ അനുഭവം ആണ് ക്രിസ്തുവിന്റെ അനുയായിയായി തീരാൻ തന്നെ അനുവദിച്ചത്. ഇനി ശ്രദ്ധിക്കുക, പൗലോസിനുണ്ടായ വെളിപ്പാട്, നമുക്ക് 5 വിധമായ ചിന്തകളാണ് പൗലോസിനുണ്ടായ വെളിപ്പാടിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇനി അടുത്ത് ചിന്തിക്കുന്നത്. പൗലോസിനുണ്ടായ വെളിപ്പാടിന്റെ 5 വിധമായ അനുഭവങ്ങൾ. ഒന്ന്, ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടതും ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റതുമായ യേശു തന്നെയാണ് കർത്താവും മശിഹയുമെന്ന് പൗലോസ് അംഗീകരിക്കുന്നു. തൻ്റെ എഴുത്തിലൂടി, തൻ്റെ പ്രഭാഷണങ്ങളിലൂടി, തൻ്റെ തർക്കങ്ങളിലും വാദങ്ങളിലൂടി, താൻ സമർപ്പിക്കുന്ന തൻ്റെ ഓരോ പ്രബന്ധങ്ങളിലൂടെയൊക്കെ
താൻ പറയുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവും മശിഹയുമാണ്. രണ്ടാമത്തെ ചിന്ത ഞാൻ നോട്ടിനകത്ത് തരുന്നതായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഫുട് നോട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കുക. രണ്ടാമത്, യേശു ക്രിസ്തു മശിയെങ്കിൽ മശിഹയുടെ കാലഘട്ടം ക്രിസ്തുവിന്റെ ആഗമനത്തോടു കൂടി ആരംഭിച്ചു എന്ന് പൗലോസിന് വിശ്വാസം ഉണ്ടായിരുന്നു. തനിക്ക് നമ്മൾ ചിന്തിക്കുന്നതാണ് തനിക്കുണ്ടായ വെളിപ്പാടിന്റെ അർത്ഥമാണ്. ശ്രദ്ധിക്കുക, ഈ അല്ലെങ്കിൽ ഈ രക്ഷാതത്വശാസ്ത്രം എന്ന നിലയിൽ പൗലോസിന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന രക്ഷാതത്വശാസ്ത്രം നമ്മൾ ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ആദാം മുതൽ മോശ വരെ ഒരു കാലഘട്ടമൊന്നും വേദപണ്ഡിതന്മാരെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആദാം മുതൽ മോശ വരെ ഒരു കാലഘട്ടം, മോശ മുതൽ മശിഹ വരെ ഒരു കാലഘട്ടം, പിന്നീട് മൂന്നാമത്തെ കാലഘട്ടം മശിഹയുടെ കാലഘട്ടമാണ്. നമ്മൾ പഴയ നിയമത്തിന്റെ എല്ലാ ഏടുകളും പഠിച്ചു കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടിയുള്ള ദൈവത്തിന്റെ അന്വേഷണമാണ് വാസ്തവത്തിൽ വേദപുസ്തക ചരിത്രം എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ ചരിത്രമാണ്, അത് സംസ്കാരത്തിന്റെ ചരിത്രമാണ്, ഒരു ദേശത്തിന്റെ ചരിത്രമാണ്, ജാതികളുടെ ചരിത്രമാണ്, ലോകത്തിന്റെ ചരിത്രമാണ്, രാജാക്കന്മാരുടെ ചരിത്രമാണ്, ഭരണകൂടങ്ങളുടെ ചരിത്രമാണ്. ലോകത്തിൽ ഉണ്ടായിട്ടുള്ള സകലതിന്റെയും ചരിത്രമായി നിൽക്കുമ്പോൾ തന്നെ അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടതും നമ്മൾ വിശ്വസിക്കേണ്ടതും വേദപുസ്തകത്തിന്റെ നമ്മൾ ഒരു നെടുനീള വഴിയായി അല്ലെങ്കിൽ ഒരു സഞ്ചാര പദമായി നമ്മൾ കാണുന്നത് ദൈവം നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടിയുള്ള അന്വേഷണം. അതിന് ദൈവം വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ വ്യത്യസ്തമായ മാധ്യമങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിന് പ്രവാചകന്മാരെ ഉപയോഗിച്ചു, പിതാക്കന്മാരെ ഉപയോഗിച്ചു, നേതാക്കന്മാരെ ഉപയോഗിച്ചു, പുരോഹിതന്മാരെ ഉപയോഗിച്ചു. ദൈവത്തിനും മനുഷ്യനും മധ്യവർത്തിയായി മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തോട് വിളിച്ചു പറയാൻ വേണ്ടി പുരോഹിതന്മാരെ നിയമിച്ചു. മനുഷ്യനും ദൈവത്തിനും മധ്യവർത്തിയായി മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തോട് വിളിച്ചു പറയുന്ന പ്രവാചകന്മാരെ നിയമിച്ചു. ജനമെല്ലാം കൂടി അവകാശപ്പെട്ടപ്പോൾ രാജാക്കന്മാരെ വെച്ചു. ചുരുക്കം പറഞ്ഞാൽ സമാഗമന കൂടാരം വെച്ചു, ദേവാലയങ്ങൾ വെച്ചു, യാഗങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ദൈവം ഒരുക്കിയിട്ടുള്ള സകല പദ്ധതികളും കർമ്മ പരിപാടികളും എല്ലാം എന്താണെന്നറിയാമോ? എന്തിനു വേണ്ടിയാ? നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ തേടിയുള്ള യാത്ര. അപ്പം ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടങ്ങളിൽ വൈവിധ്യമാർന്ന മാധ്യമങ്ങൾ ഉപയോഗിച്ച് ദൈവം ഈ രക്ഷന്റെ പദ്ധതി ഒരുക്കി. അവിടെ നിന്ന് വീണ്ടും രണ്ടാം ഘട്ടം മോശ മുതൽ മശിഹ വരെ. ഇതെല്ലാം വാഗ്ദത്തങ്ങൾ. നമുക്കറിയാം, ഇതിനകത്തെല്ലാം ഓരോ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിലൂടെയെല്ലാം ദൈവം മനുഷ്യന് വേണ്ടി നൽകുന്നത് 1000 വാഗ്ദാനങ്ങളാണ്, വാഗ്ദത്തങ്ങളാണ്. നിങ്ങൾ ഇന്നത് ചെയ്താൽ ഇന്നത് നൽകും, ഇന്നതായിരിക്കണം, ഈ രീതി പോകണം, ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞ് വാഗ്ദാനങ്ങളും വാഗ്ദത്തങ്ങളും നൽകി ജനത്തെ മുൻപോട്ട് നയിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി ശ്രദ്ധിക്കുക, അപ്പം പൗലോസിനുണ്ടായ വെളിപ്പാടിന്റെ ആ ശരിയായ അർത്ഥം താൻ ഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, ഒരു മശിഹയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത് പൗലോസിന് ബോധ്യമാകുന്നു. അത് ക്രിസ്തുവിന്റെ കൂടിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മൂന്നാമത്തത് ന്യായപ്രമാണത്തിന്റെ കർമ്മമാർഗത്തിലല്ല, വിശ്വാസത്താൽ അത്രേ നീതീകരണം. Just shall live by faith. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇതാണ് മുൻപോട്ട് വച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന ആ കർമ്മ പദ്ധതിയിലൂടെ ആണ് ദൈവം തന്നെ രക്ഷണ്യ പ്രവൃത്തി മനുഷ്യനുമായി നടത്തിയതെന്ന് പൂർണ്ണമായി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വ്യക്തിയാണ് പൗലോസ്. റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. ഈ നമ്മൾ പുറകോട്ട് മറ്റു വാക്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹബക്കൂക്ക് 2:4, ഗലാത്യലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം, എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാം വാക്യം. ഒന്നുകൂടി ഞാൻ പറയാം. റോമാലേഖനം 1:17, ഹബക്കൂക്ക് 2:4, ഗലാത്യലേഖനം 3:11, എബ്രായ ലേഖനം 10:38. ഈ വാക്യങ്ങളിലെല്ലാം ആ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ന്യായപ്രമാണമല്ല, ന്യായപ്രമാണത്തിന്റെ കർമ്മമാർഗങ്ങൾ. ഡു സംതിങ് ഗെറ്റ് മോക്ഷ. നിങ്ങൾ ഇന്ന കാര്യം ചെയ്യൂ, നിങ്ങൾ ചെയ്ത പാപത്തിന് പരിഹാരമായി ഇന്ന കർമ്മങ്ങൾ ചെയ്യൂ,
അതിന് മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു. ശ്രദ്ധിക്കുക. എന്നാൽ നീതീകരണം എന്ന പദം, നീതീകരണം എന്ന പദം തന്നെ ഒരു കോടതി ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്ത ഒരുവന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യാൻ മധ്യസ്ഥനെ അണഞ്ഞ് ഇവന്റെ തെറ്റ് ഈ ന്യായാധിപന്റെ മുമ്പിൽ നിന്നും തർക്കിച്ചും വാദിച്ചും തെളിവുകൾ നിരത്തി പല കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി ആ തെറ്റ് സ്വയം ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അതില്ല എന്ന് അത് മോചിക്കപ്പെടേണ്ടതാണെന്ന് വാദിച്ച് അവനെ രക്ഷപ്പെടുത്തുന്ന ആ പ്രവൃത്തിയാണ് നീതീകരണം എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക. അപ്പം ന്യായപ്രമാണത്തിന്റെ കർമ്മമാർഗത്തിലല്ല, വിശ്വാസത്താൽ അത്രേ നീതീകരണം. ഇത് ദൈവത്തിന്റെ കാരുണ്യ പ്രവൃത്തിയാണെന്നും പൗലോസിന് ബോധ്യമായി. നാലാമത്തെ കാര്യം, രക്ഷ ന്യായപ്രമാണത്തിന്റെ കർമ്മത്തിലല്ല, വിശ്വാസത്താൽ അത്രയാകുന്നെങ്കിൽ സുവിശേഷം സകല മാനവജാതികൾക്കും ഉള്ളതാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രം സംവരണം ചെയ്യപ്പെട്ട ഒരു കർമ്മ പദ്ധതിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ജനത്തിന് ദൈവവും ജനവുമായുള്ള സന്ധി സംഭാഷണത്തിനും അനുരഞ്ജനത്തിനും മുഖാമുഖം കാണുന്നതിനും പാപങ്ങൾ മോചിക്കപ്പെടുന്നതിനും നീതീകരണം പ്രാപിക്കുന്നതിനും സാൻമാർഗിക ഒരു പാഠാവലി പോലെ, ഒന്നുകൂടെ പറയാം, സാൻമാർഗിക പാഠാവലി പോലെ മുൻപോട്ട് വെച്ച ആശയങ്ങളും തത്വങ്ങളും പ്രമാണങ്ങളുമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇതാണ് ഇതിന്റെ മാർഗം, ദൈവത്തെ അറിയാനുള്ള, ദൈവത്തിന്റെ വഴി ജീവിക്കാനുള്ള, ഇന്നതായിരിക്കണമെന്ന് പറഞ്ഞ് മുൻപോട്ട് പോകുന്ന, അപ്പം അതെല്ലാം ന്യായപ്രമാണം എല്ലാ കാലഘട്ടങ്ങളിലും മുൻപോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർമ്മമാണ്. നിങ്ങൾ പ്രവൃത്തി ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അതാണ് മുമ്പോട്ട് വെക്കുന്നത്. എന്നാൽ രക്ഷയ്ക്ക് വിശ്വാസമാണെങ്കിൽ ഈ വിശ്വാസം അല്ലെങ്കിൽ ഈ സുവിശേഷം സകല മാനവജാതിക്കും വേണ്ടി ഉള്ളതാണ്. കാരണം അതിന് യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ വിജാതിയെന്നോ ഒന്നും സംവരണം ചെയ്യപ്പെടാതെ മാനവരാശിക്ക് വേണ്ടി ഉള്ളതാണെന്നുള്ള ബോധ്യം തനിക്കുണ്ടാകാനിടയായി. ഇതാണ് തനിക്കുണ്ടായ ഏറ്റവും വലിയ വെളിപ്പാട്. നമ്മൾ ചിന്തിക്കുന്നത് പൗലോസിനുണ്ടായ തൻ്റെ ചിന്തകൾക്ക്, തന്നിൽ രൂഢമൂലമായ, തന്നിൽ നിലനിൽക്കുന്ന, താൻ മുൻപോട്ട് വച്ച ആശയങ്ങൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. ഇനി ശ്രദ്ധിക്കാൻ അഞ്ചാമത്തെ കാര്യം, സഭ എന്ന് പറയുന്നത് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. എക്ലേഷ്യ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, ഒരു പ്രത്യേക എവിടെ നിന്നും എല്ലായിടത്തു നിന്നും ഒന്നിച്ച് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. സഭ എന്ന് പറഞ്ഞാൽ അതൊരു സംഘടനയല്ല, മറിച്ച് സഭ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അതാണ് എക്ലേഷ്യ. ഇത് ശ്രദ്ധിക്കുക. സംസ്കാരങ്ങളുടെ, അതുപോലെ തന്നെ മതത്തിന്റെ, വിശ്വാസത്തിന്റെ, ആചാരത്തിന്റെ ഒക്കെ ഉൽപ്പന്നങ്ങളായ ഒരു കൂട്ടം ആളുകൾ, അല്ലെങ്കിൽ അത് വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ഒന്നിച്ചു കൂടുന്ന ഒരു ഇടം. ഒന്നുകൂടി ഞാൻ ലളിതമായിട്ട് പറയാം. സഭ എപ്പോഴും ഒരു സങ്കര സമ്മിശ്രമായ കൂട്ടമാണ്. സഭ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി സംവരണം ചെയ്യപ്പെടുകയോ അവർ മാത്രം കൂടുകയും ചെയ്യുന്ന ഒരു ഇടമല്ല വാസ്തവത്തിൽ സഭ എന്ന് പറഞ്ഞാൽ. വൈവിധ്യങ്ങളുടെ ഏകീകരണമാണ് സഭ. ഒന്നുകൂടി ഞാൻ പറയാം, വൈവിധ്യങ്ങളുടെ ഏകീകരണമാണ് സഭ. അതായിരിക്കണം സഭ. വൈവിധ്യങ്ങളുടെ ഏകീകരണം എങ്ങനെ? സംസ്കാരം, വ്യത്യസ്തമായ സംസ്കാരമുള്ള ആളുകൾ, വ്യത്യസ്തമായ ഭാഷ സംസാരിക്കുന്ന ആളുകൾ, വ്യത്യസ്തമായ ആചാരങ്ങളെ അനുവർത്തിച്ചു വന്നിരുന്ന ആളുകൾ, വ്യത്യസ്തമായ വിശ്വാസ പ്രമാണങ്ങളെ അനുസരിച്ച് ജീവിച്ച ആളുകൾ, ഇവരെല്ലാം കൂടി ഒന്നിച്ച് കൂടുന്ന കൂട്ടത്തിനാണ് സഭ എന്ന് പറയുക. ഭാഗ്യമോ നിർഭാഗ്യമോ, നമ്മുടെ സഭയെല്ലാം വളർന്ന് അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇന്ന് സഭ മാറി അത് സംഘടനയാകുകയും സംഘടനകൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ദുരാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് സഭകളൊക്കെ കച്ചവട കേന്ദ്രങ്ങൾ ആയി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ്. യേശുവിന്റെ കാലത്തും ചാട്ടവാറെടുത്തത് നമുക്കറിയാം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം
ഇത് കള്ളന്മാരുടെ ഗുഹ ആക്കി. അല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നെങ്ങാനും ആ യേശു ഇത് പറയുന്നെങ്കിൽ എങ്ങനെ പറയും? ഇന്നെങ്ങാനും ആ യേശു പറയുന്നെങ്കിൽ, നമുക്ക് വിമർശനം എന്നെ സംബന്ധിച്ചുള്ളത് എൻ്റെ ഒരു തൊഴിലല്ല. പണ്ട് ഞാൻ ഈ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിമർശനം നമ്മൾ എഴുതാറുണ്ടായിരുന്നു. പക്ഷേ എന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വളരെ സീനിയർ ആയിരിക്കുന്ന ഒരു ദേവദാസൻ എന്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച്, പുള്ളിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ നീ എഴുതരുന്ന് പറഞ്ഞു. അന്ന് കൊള്ളൊടിച്ചിട്ടതാണ്. പോത്തന്റെ കീർത്തനം എന്ന് പറയുന്ന ഒരു കഥ എഴുതി. കമ്പത്തിൽ നിന്നൊരു പോത്ത് കോട്ടത്തേക്ക് വരുന്നു, കമ്പത്തിൽ നിന്ന്. അപ്പൊ ആ പോത്ത് കണ്ട കാഴ്ചയാണ് നമ്മൾ എഴുതി വെച്ചത്. അപ്പം ഇവിടെയുള്ള സകല സോക്കോൾഡ് പെന്തക്കോസ്റ്റൽ ആളുകളുടെ അന്നത്തെ ഒരു സാഹചര്യം കൊണ്ട് ഞാൻ എഴുതിയതാണ്. അങ്ങനെയായിരുന്നു. അപ്പം അവസാനം അതിനെ കൊല്ലുന്നു, അതിന്റെ തൊലിയെടുത്ത് ഡ്രം ഉണ്ടാക്കുന്നു, അത് കൊട്ടി ആരാധിക്കുന്നു. അപ്പം വളരെ ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു ദേവദാസൻ ഇത് വായിച്ചിട്ട് ഒരു മാസികക്കകത്ത്, ഞാൻ വന്ന് വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ ഒരു മാസിക ഉണ്ട്, അതിന്റെ എഡിറ്ററായിരുന്നു ഞാനന്ന് അതിനകത്ത് എഴുതിയ കഥയാണ്. അന്ന് അദ്ദേഹം അത് എന്നെ ഉപദേശിച്ചു. അന്നോടുകൂടി നമ്മൾ പോരടിച്ചിട്ടു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഞാൻ വിമർശനം പറയുകയല്ല, പക്ഷേ വേദന കൊണ്ട് പറയാ, ഇന്നാണ് കർത്താവ് ഇത് പറയുന്നെങ്കിൽ എന്നാ പറഞ്ഞതിനും. കള്ളന്മാരുടെ ഗുഹ എല്ലാം കൂടി ആരുടാവേ പ്രാർത്ഥനാലയം ആക്കിയെന്ന് പറയത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും. സഭ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരമ്പലം പോലെയല്ല. എന്ന് പറഞ്ഞാൽ അഹുന്ദികൾക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് വെക്കുന്ന പോലെ ഒരു പരിപാടിയല്ല. അത് സഭയല്ല, അത് സംഘടനയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് ജാതീയ സംഘടന ഉള്ള പോലെ സംഘടനയാണ്. സഭയായി തീരണമെങ്കിൽ അതിന് സങ്കര സമ്മിശ്രമായിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. ശ്രദ്ധിച്ചേ, സഭ സംഘടനയല്ലെന്നും അത് പ്രത്യുത യഹൂദ വിജാതീയ വിശ്വാസികൾ ഉൾപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരമാണെന്നും പൗലോസിന് ബോധ്യമായി. പൗലോസ് നിലത്ത് വീണ് കഴിഞ്ഞപ്പോൾ, കുതിരപ്പുറത്തുനിന്ന് വീണോ വാഹനത്തിന് വീണോ എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ വാഹനമൃഗത്തിന്റെ പുറത്തുനിന്ന് വീണോ എന്നൊക്കെ ഉള്ള തർക്കവും വാദമൊക്കെ ഉണ്ട്. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. എന്നാലും നമ്മൾ താഴെ പോയി. തന്റെ ചോദ്യം ഇതാണ്, നീ ആരാകുന്നു കർത്താവേ, നീ ആരാകുന്നു കർത്താവേ? യേശു പറഞ്ഞ മറുപടി ഇതാണ്, അവൻ കേട്ട ശബ്ദം ഇതാണ്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. വാസ്തവത്തിൽ പൗലോസ് ആ സമയത്ത് യേശുവിനെ ഉപദ്രവിച്ചോ? ലിറ്ററലി ഉപദ്രവിച്ചു? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ക്രിസ്തു സഭയെ തച്ചുമുടിക്കുവാൻ വേണ്ടി കടന്നുപോയ പൗലോസ് അതുവരെ ചെയ്തിട്ടുള്ള സകല കർമ്മങ്ങളും തന്റെ പ്രവൃത്തികളും സഭയ്ക്കെതിരെ, എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ശരീരത്തിനെതിരെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തുവിന് ശരീരമാകുന്ന വിശ്വാസിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ, അവനെതിരെ ആയുധമെടുത്താൽ, അവനെതിരെ ആക്ഷേപം ഉന്നയിച്ചാൽ, അവന്റെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിൽ സംസാരിച്ചാൽ, അത് ക്രിസ്തുവിന്റെ ശരീരത്തെ ആണ് കൊള്ളുന്നത്, ഉപദ്രവിക്കുന്നത് എന്ന ബോധ്യം തനിക്കുണ്ടായി. അതാണ് തനിക്കുണ്ടായ ഒരു വെളിപ്പാടെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വെളിപ്പാടുകളൊക്കെ കേവലം അമാനുഷികമായി നാം പ്രാപിക്കുന്ന ഒരു വലിയ ഉൾവിളിയോ ഉൾബോധമോ ആയിക്കൊള്ളട്ടെ. ആ ബോധ്യവും ഉൾവിളികളുമൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ആ സഹജീവികളെയോ സമൂഹത്തോടുള്ള വളരെ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറാനുള്ള ഒരു സ്വഭാവ രൂപീകരണത്തിന് കൂടി ഉതകണം നമ്മുടെ വെളിപ്പാടുകളൊക്കെ. ഇനി ഒന്നുകൂടി ഞാൻ പറയാം, നമ്മൾ വായിക്കുന്ന ഓരോ വാചകങ്ങളും, ബൈബിളിലെ വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുമ്പോൾ, ആ വായിക്കുന്ന വാചകങ്ങൾ നമുക്കൊരു വെളിപ്പാട് പോലെ നമ്മളിലേക്ക് പതിയുമ്പോൾ, നമ്മുടെ മനസ്സിൽ പതിയുമ്പോൾ, നമ്മുടെ സ്വഭാവത്തിന് രൂപീകരണം ഉണ്ടാകുമ്പോൾ, അത് സമൂഹ നന്മയ്ക്കും സഹജീവികളുടെ സഹവർത്തിത്വത്തിനും കാരണമായി തീരണം എന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. നമ്മുടെ വെളിപ്പാടിന് ഒരു പ്രായോഗികത വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കുണ്ടാകുന്ന നാം പ്രാപിച്ച സകല വെളിപ്പാടിന്റെയും പ്രായോഗികത എന്ന് പറയുന്നത് ഇതായിരിക്കണം. ക്രിസ്തു ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന ഏതാ? പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ എന്ത് ചെയ്യണം? സത്യത്തിലും ആത്മാവിലും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ സത്യത്തോടും കൂടി ആരാധിക്കാൻ, നമസ്കരിക്കണം. ഓക്കെ, കുഴപ്പമില്ല, അതാ ശരി. പക്ഷെ അതിന്റെ അടുത്ത വാക്ക്, എൻ്റെ ഒരു ചിന്തയാണ്, അടുത്ത വാക്ക് അതിന്റെ പ്രായോഗിക വശമാ. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഈ പ്രായോഗികത ഇല്ലാത്ത പ്രമാണം കേവലം
തത്വചിന്തകൾ മാത്രമാണ്. ഈ പ്രായോഗികതയില്ലാത്ത പ്രമാണം കേവലം നമ്മുടെ അതര ചർവണമാണ്. നമ്മൾ അതരം കൊണ്ട് പറയുന്ന കേവലം വാമൊഴികൾ മാത്രമാണ്. ഈ പ്രായോഗികതയില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ തേച്ചുമിനുക്കി കൊണ്ടു നടക്കാൻ പറ്റുന്ന, അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന ചില അഭിപ്രായം മാത്രമാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രശ്നം നമുക്കൊരു പ്രായോഗികത ഉണ്ട്. എങ്ങനെയാ? നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരന്റെ, അല്ലെ, അയൽക്കാരന്റെ. നമ്മുടെ എല്ലാം ഒരു പൊതുവിജ്ഞാനം എന്ന് പറയുന്നത് നിന്റെ എല്ലാം എന്റേതും എന്റെ എല്ലാം എന്റേതും എന്നൊരു ആപ്തവാക്യമാണ്, അല്ലേ? നിന്റെ അമ്മ എന്റെ അമ്മ, എന്റെ അമ്മ നിന്റെ അമ്മ, എന്റെ അച്ഛൻ നിന്റെ അച്ഛൻ, നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ, എന്റെ ബൈബിള് നിന്റെ ബൈബിള്, നിന്റെ ബൈബിള് എന്റെ ബൈബിൾ, എന്റെ ഭക്ഷണം നിന്റെ ഭക്ഷണം, നിന്റെ ഭക്ഷണം എന്റെ ഭക്ഷണം. എന്റെ ഭാര്യ, സോറി, നിന്റെ ഭാര്യ എന്റെ ഭാര്യ, എന്റെ ഭാര്യ അതെന്റെ ഭാര്യ. മനസ്സിലായില്ല? നമ്മളൊക്കെ നമ്മളൊക്കെ വിട്ടുകൊടുക്കുകയല്ല. നമ്മുടെ മാത്രമെന്ന് അവകാശപ്പെടുന്ന പലതും പങ്കുവയ്ക്കാനുള്ള ഒരു മാനസിക ആരോഗ്യം നഷ്ടപ്പെട്ട വിശ്വാസ പ്രഖ്യാപനങ്ങളുടെ ഒരു എന്തായാലും പറയുക, ഒരു രൂപമാണ് നമ്മളൊക്കെ. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? വാസ്തവത്തിൽ ക്രിസ്തു അനുയായിയാകുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ്? ക്രിസ്തു എന്ന് പറയുന്ന ശരീരത്തെ, എൻ്റെ ശരീരത്തിന്റെ ഭാഗമാണ് ഞാനെങ്കിൽ ആ ശരീരത്തോടൊപ്പം പങ്കുവെക്കാൻ ചേർന്ന് നിൽക്കുന്ന പലരോടും നമുക്കൊരു കടമയും കടപ്പാടും ഉണ്ട് എന്നുള്ളത് മറന്നുപോയിട്ടുള്ള ഈ വ്യാഖ്യാനങ്ങളോ ആഖ്യാനങ്ങളോ കഥ പറച്ചിലോ ഒരിക്കൽ പോലും കേവലം ഞാൻ പറഞ്ഞ പോലെ അതരം കൊണ്ട് നടത്തുന്ന കേവലം അഭ്യാസ പ്രകടനങ്ങളോ വീരവാദങ്ങളോ വൻ വെടിക്കെട്ടുകളോ മാത്രമായി പരിണമിക്കും എന്ന് മറന്നു പോകരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വാസ്തവത്തിൽ പൗലോസിനുണ്ടായ വെളിപ്പാടിന്റെ ഈ അർത്ഥം എന്ന് പറയുക. ഇനി രണ്ടാമത്തെ കാര്യം, ആദിമ ക്രൈസ്തവ അല്ലെങ്കിൽ ആദിമ ക്രിസ്തീയ പാരമ്പര്യം, ഏർലി ക്രിസ്ത്യൻ ട്രഡീഷൻ, അതാണ് പൗലോസ് ഈ ചിന്തകൾ ഉണ്ടാകാനുള്ള രണ്ടാമത്തെ ഈ ക്രിസ്തീയ പശ്ചാത്തലം എന്ന് പറയുക. നമുക്കറിയാം, ക്രിസ്തുവിന്റെ ഡയറക്റ്റ് ഉള്ള നേരിട്ട് നിയമനം ലഭിച്ച അപ്പോസ്തലനല്ല പൗലോസ്. പുതിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ, മത്യാസിനെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും ആ ഭാഗങ്ങളിലോ അവിടെയെങ്ങും പൗലോസിനെ കാണുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥാപാത്രം പോലും ഇല്ല. ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് ശേഷം, പെന്തക്കോസ്ത് നാളിന് ശേഷമൊക്കെ അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ അവര് ഉണ്ടായ ഒരു ഉയർന്നു വന്ന അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിഞ്ഞു വന്ന ഒരു കഥാപാത്രം. പക്ഷേ 3.5 വർഷം ക്രിസ്തുവിനോടൊപ്പം സഞ്ചരിച്ച ആളുകൾ എങ്ങനെ ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുവോ അതിന് ഒരു പടി കൂടി മുൻപിൽ, അങ്ങനെ പറയണം, ക്രിസ്തുവിന് വേണ്ടി ആർജവത്തോടു കൂടി നിൽക്കാനും എഴുതാനും പറയാനും പഠിപ്പിക്കാനും സഭ സ്ഥാപിക്കുവാനും ലോകം മുഴുവൻ ഈ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ട വ്യക്തിയാണ്, അല്ലെങ്കിൽ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൗലോസിന് ലഭിച്ചിട്ടുള്ള ഈ ആദിമ ക്രൈസ്തവ പാരമ്പര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ അക്വില പ്രിസ്കില്ല ദമ്പതികളെ പൗലോസ് കണ്ടുമുട്ടുന്നു. ക്രിസ്തു ജ്ഞാനം, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ്, അല്ലെങ്കിൽ തൻ്റെ ക്രിസ്തുവിന്റെ പ്രവൃത്തി, തൻ്റെ പ്രഭാഷണം, തൻ്റെ ഉപദേശം, തൻ്റെ അത്ഭുതം, തൻ്റെ സഞ്ചാരം, തൻ്റെ ഇടപെടലുകൾ, തൻ്റെ സംസ്കാരം, തൻ്റെ മതത്തോടുള്ള വിദ്വേഷം, മതം ശരിയല്ല എന്ന് സ്ഥാപിക്കാൻ താൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അങ്ങനെ ക്രിസ്തു വന്ന വ്യക്തിവിശേഷത്തിന്റെ വൈവിധ്യമാർന്ന വിശേഷങ്ങളെ നന്നായി അറിയാൻ താൻ ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള കണ്ടുമുട്ടലിലൂടെയാണ്. ഒന്നാമത് അക്വില പ്രിസ്കില്ല ദമ്പതികളെ കണ്ടുമുട്ടുന്നു, അവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി കുറച്ചും കൂടി മുമ്പോട്ട് പോയാൽ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-17 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടുന്ന് വായിക്കുന്നത് കൂടുതൽ മനസ്സിലാക്കാൻ ഈ
പൗലോസ് അന്തോക്കിയ അതുപോലെ തന്നെ മറ്റ് സഭകളും അല്ലെങ്കിൽ സ്ഥലങ്ങളും സന്ദർശിക്കുകയും കൂടുതൽ അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ആളുകളെ കണ്ടെത്തുകയും കണ്ടുമുട്ടുകയും ഒക്കെ ചെയ്തതായിട്ട് കാണാൻ കഴിയും. അതുപോലെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 18 വരെ നമ്മൾ വായിക്കുമ്പോൾ മാനസാന്തരത്തിന് ഉടനെ മാനസാന്തരപ്പെട്ടു ഉടൻ തന്നെ താൻ പുറപ്പെട്ട് അറേബ്യ, ദമാസ്കസ് എന്നീ സ്ഥലങ്ങൾ സന്ദർശിച്ചതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാം വാക്യം, ഞാൻ ഈ വായിപ്പിക്കാത്തത് ഈ നോട്ട് നിങ്ങൾക്ക് തരും, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്കത് നന്നായി വായിച്ച് മനസ്സിലാക്കാമല്ലോ. അപ്പൊ 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23-ാം വാക്യം, ആ വാക്യത്തിൽ ഈ യെരുശലേം സഭയുടെ മാതൃസഭയുടെ നടുനായകത്വം വഹിക്കുന്ന പത്രോസിന്റെ അടുക്കൽ താൻ കടന്നു ചെല്ലുകയും അവിടെ നമ്മൾ താനുമായുള്ള സംഭാഷണത്തിൽ സഹവാസത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ തനിക്ക് കഴിഞ്ഞു, അറിവുകൾ കൂടുതൽ ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ന്യായപ്രമാണം അല്ലെങ്കിൽ തോറ, റബിമാർ ഉപയോഗിക്കുന്ന പല പദങ്ങളും തൻ്റെ ലേഖനങ്ങളിൽ തനിക്ക് എഴുതാനിടയായി തീർന്നു, പ്രത്യേകിച്ച് തിരുവത്താഴം സംബന്ധിച്ചുള്ള കാര്യം. സാധാരണ ന്യായപ്രമാണം ഉപദേശിക്കുമ്പോൾ റബിമാർ ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട 1-2 പദങ്ങളാണ് പ്രാപിക്കുക, ഏൽപ്പിക്കുക. നമ്മ അങ്ങനെയാണ് വായിക്കുന്നത്. ഞാൻ കർത്താവിന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നതെന്നാൽ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പദം ഏൽപ്പിക്കുക, അതുപോലെ തന്നെ പ്രാപിക്കുക. ഈ 2 പദങ്ങൾ സാധാരണ ന്യായപ്രമാണം വിശദീകരിക്കുന്ന സമയത്ത് റബിമാർ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഇനി ശ്രദ്ധിച്ചേ, അപ്പൊ ന്യായപ്രമാണത്തിന്റെ പരമ്പരാഗതമായി ഇവർ ഉപയോഗിച്ചു വന്ന പ്രമാണത്തിന്റെ ഒരു സ്വാധീനം ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇനി അടുത്ത കാര്യം, അപ്പോസ്തലന്മാരായ യാക്കോബ്, കേഫ തുടങ്ങി അന്നുണ്ടായിരുന്ന തന്റെ സമകാലികരായിരുന്ന അല്ലെങ്കിൽ ഈ ക്രിസ്തുവിന് സമകാലികനായിരുന്ന ക്രിസ്തു ശിഷ്യന്മാരിൽ നിന്നും തനിക്ക് കൂടുതൽ അറിവുകൾ ശേഖരിക്കുവാനും സ്വീകരിക്കുവാനും തനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദിമസഭകളുടെ പ്രഭാഷണങ്ങൾ, ആരാധന ക്രമങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, സങ്കീർത്തന ഭാഗങ്ങൾ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് നാളിന് ശേഷം പത്രോസ് തുടങ്ങിയ ആളുകളുടെ പ്രഭാഷണങ്ങളോ അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങളോ അവരുടെ പഠിപ്പിക്കലുകൾ, ഉപദേശങ്ങൾ തുടങ്ങി ആദിമ സഭ മുൻപോട്ട് വെച്ചിട്ടുള്ള ക്രിസ്തുവിന്റെ വൈവിധ്യമാർന്ന ക്രിസ്തു വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളെ കുറിച്ച് നന്നായി അവരുമായുള്ള നിരന്തരമായ ബന്ധത്തിൽ തനിക്ക് കൂടുതൽ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിഞ്ഞു. ആ അറിവാണ് അല്ലെങ്കിൽ താൻ ഗ്രഹിച്ച കാര്യമാണ് പിന്നീട് തനിക്ക് തൻ്റെ ലേഖനങ്ങളിലൂടെ ഉപദേശ രൂപേണ ദൈവശാസ്ത്ര ചിന്തയായിട്ട് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നത്. ഇനി നമ്മൾ അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് പൗലൂസിന്റെ ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്രം എന്താണ് എന്നുള്ളതാണ്. പൗലൂസിന്റെ ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്രം. ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്ക് വേറെ ഒരു പരിപാടിക്കും പോകരുത്. എഴുതി കൊടുത്തോണേ ഫുട് നോട്ടൊക്കെ. ഈ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കാമെങ്കിൽ നിങ്ങളൊക്കെ കാണാം നിങ്ങൾ എന്ത് ചെയ്യാന്നുള്ളത്. ഞങ്ങളുടെ ചർച്ചയിൽ ഈ കോവിഡ് സമയത്ത് എന്നാണല്ലോ ഈ പവർവിഷൻ, ഞാൻ ഈ പവർവിഷനിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഈ പവർവിഷൻ അന്ന് എല്ലാ വീട്ടിലെ സഭായോഗം നടത്തും. ഞങ്ങൾ സഭയിൽ ഫാസ്റ്റർ VP ഫിലിപ്പ് നമ്മുടെ കഴിഞ്ഞ ഫാക്കൽറ്റി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഞങ്ങൾ കുറെ പേര് 4-5 പേര് ഇങ്ങനെ സഭയിൽ ഇങ്ങനെ ആരാധിക്കും. അപ്പൊ ഒരു അച്ഛനോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം പുള്ളി ഒന്ന് പൗരുഷം കണ്ട് പുള്ളി നല്ല സന്തോഷിച്ച്, എന്റെ ഭാഷ പറഞ്ഞ നല്ല സൂചിച്ച് ഇങ്ങനെ ഇരിക്കുക സഭായോഗത്തിനെ. പ്രിൻസിപ്പൽ പാസ്റ്റർ കണ്ണൂരൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പെട്ടെന്ന് അതങ്ങ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. പുള്ളി തിരിഞ്ഞ് ഇങ്ങനെ നേരെ അങ്ങോട്ട് ഉടനെ തന്നെ സഭയിലെ സൂമിലോക്കി തിരിഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നേരം പൗരോഷനിലെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഭയങ്കര ശബ്ദത്തിൽ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ 2 യോഗമാണ് പുള്ളി കൂടിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ സഭായോഗവും പിന്നെ പൗരോഷനിലെ സഭായോഗവും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പഠിപ്പിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഓണാക്കാമെങ്കിലേ നിങ്ങൾ എന്നാ പരിപാടിയാ എന്ന് നമുക്കൊന്ന് കാണാൻ പറ്റും. അപ്പം ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. കാരണം ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എത്ര ഏജിലായ ആൾക്കാർ
ഈ ചെറുപ്പക്കാരനെക്കാട്ടിലും കൂടുതൽ അതിനകത്ത് ഏജ്ഡ് ആൾക്കാരുണ്ട്, അതുപോലെ ചെറുപ്പക്കാരും ഉണ്ടല്ലോ. നിങ്ങൾ ഈ സമയത്ത് ദൈവത്തിന്റെ വചനം പഠിക്കാൻ വേണ്ടി കാണിക്കുന്ന ഉത്സാഹം, എല്ലാ ദിവസവും ദൈവത്തെ അതിന് കൊടുക്കുന്ന വില നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടൊന്നും തോന്നിയാലും നിങ്ങൾ ഭാരപ്പെടേണ്ട. അത് കുറച്ച് ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ രീതിയും കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കോളും, നന്നായി ഗ്രഹിക്കാൻ ഇടയായിത്തരും. നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുക ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ക്രിസ്തുവിൽ തികഞ്ഞവരായി നാളുകളിൽ സുവിശേഷം തനിയെ ചെന്ന് പറഞ്ഞു കൊടുത്ത്, അതല്ല ഇതാണ് ശരിയെന്ന് പറയാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് ഉണ്ടാകണം, ഒരു തൻ്റെ ഇടം ഉണ്ടാകണം, ഒരു ഉറപ്പുണ്ടാകണം. ഒപ്പം തന്നെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ സഭയിലോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലോ ഒക്കെ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളിൽ സുവിശേഷം പരസ്യമായി പ്രസംഗിക്കാനുള്ള ഒരു ഒരുക്കം നിങ്ങൾക്കുണ്ടാകണം. അല്ലെങ്കിൽ അതിനൊരു ഗൈഡ് ലൈനാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഷയും ഈ ചിന്തകളും ഒക്കെ അതിന് നിങ്ങളെ സഹായിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അങ്ങനെ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമ്മൾ ഇത് നടത്തുന്നതുകൊണ്ട് അതിൽ പങ്കെടുത്ത ആളുകളൊക്കെ നല്ല പ്രഭാഷകരായി, നന്നായി പ്രസംഗിക്കുന്ന ആളുകളായി, പരസ്യയോഗത്തിന് പ്രസംഗിക്കുന്ന ആളുകളായി, സഭയെ പ്രസംഗിക്കുന്ന ആളുകളായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാന്തിക്കരുത്, എല്ലാ ദിവസവും കയറണം, നന്നായി പഠിക്കണം, നന്നായി ഗ്രഹിക്കണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതുക, നോട്ട് ഞാൻ തരുന്നതായിരിക്കും, അത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. ഓക്കെ, ഇത് ശ്രദ്ധിക്കുക. പൗലോസിന്റെ ദൈവശാസ്ത്ര കേന്ദ്രം നമുക്കറിയാം. നവീകരണകർത്താക്കളായിരിക്കുന്ന പല ആളുകൾ, സഭാപിതാക്കന്മാർ, എല്ലാ ആളുകളും, അതുപോലെ തന്നെ ഈ എഴുത്തുകാര് അല്ലെങ്കിൽ പൂർവികന്മാര്, ഭാഷാന്തരക്കാര്, ഇവരെല്ലാം മുൻപോട്ട് വെക്കുന്ന, ഏകകണ്ഠമായി മുൻപോട്ട് വെക്കുന്ന ഒരു ഒറ്റ വാക്ക്, ജസ്റ്റ് ഷാൽ ഡി ബൈ ഫെയ്ത്ത്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. ഞാൻ പറഞ്ഞ പോലെ റോമാലേഖനം 1-ാം അധ്യായം 17-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് മുൻപോട്ട് വെച്ചിട്ടുള്ള ദൈവശാസ്ത്രത്തിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള നീതീകരണമാണ്. വിശ്വാസത്താലുള്ള നീതീകരണം. ഇത്ര ശക്തമായി ഇത് പറയാനുള്ള കാരണം, നമ്മൾ പഠിപ്പിക്കുമ്പം ഒരു പക്ഷേ ചില കാര്യങ്ങൾ ചിലവൻ വിട്ടുപോയി, ചിലവൻ മാറിയും മറിച്ചുമൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും നിലയിൽ നമ്മൾ തരുന്ന നോട്ടിനകത്ത് വ്യത്യസ്തമായിട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ഒരു ബോധ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, അപ്പം എന്താണ് പൗലോസ് തന്റെ ലേഖനങ്ങളിലൂടെ, തന്റെ എഴുത്തിലൂടെ, തന്റെ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ മുൻപോട്ട് വെക്കാൻ ഇടയായിത്തീർന്നത്? വിശ്വാസത്താലുള്ള നീതീകരണം. കർമ്മമാർഗങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ ന്യായപ്രമാണം കൃത്യമായി നന്നായി മനസ്സിലാക്കി, അതിന്റെ എല്ലാ സോഴ്സുകളും, എല്ലാ സാധ്യതകളും, എല്ലാ ഇടങ്ങളും നന്നായി തിരിച്ചറിഞ്ഞ്, ന്യായപ്രമാണം നന്നായി മനസ്സിലാക്കി, ന്യായപ്രമാണം എന്തു പറഞ്ഞു അതെല്ലാം നന്നായി അനുസരിച്ച്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, 8-ാം നാളിൽ പരിച്ഛേദന മുതൽ ഇങ്ങോട്ട് വന്നാൽ ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, അങ്ങനെ വളരെ ന്യായപ്രമാണം അരച്ച് കലക്കി കുടിച്ച ഒരു നല്ല പരീശൻ. ഈ പരീശനായ വ്യക്തിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരുവന്റെ രക്ഷയ്ക്ക് നിദാനം, ഒരുവന്റെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിന് നിദാനം, ദൈവവുമായി ഒരുവന് സമരസപ്പെടണമെങ്കിൽ, സാരസ്യപ്പെടണമെങ്കിൽ, ഒന്നായിത്തീരണമെങ്കിൽ അവൻ നീതീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതെങ്ങനെയായിരിക്കണം? കർമ്മങ്ങൾ കൊണ്ടല്ല, മറിച്ച് വിശ്വാസത്താലായിരിക്കണം. അതാണ് വാസ്തവത്തിൽ ഇത് പൗലോസ് മുൻപോട്ട് വെക്കുന്നത്. ഈ വിഷയം റോമാലേഖനത്തിനും ഗലാത്യ ലേഖനത്തിനും അല്ലാതെ കാര്യമായി വേറെങ്ങും പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ ഈ പൗലോസിന്റെ ലേഖനങ്ങൾ, പ്രത്യേകിച്ച് ഈ ദൈവശാസ്ത്ര ചിന്തയിൽ ഒരു പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 2 ലേഖനങ്ങളിലും അതിശക്തമായി പ്രതിപാദിക്കുന്ന വിഷയം ഇതാണ്. വാസ്തവത്തിൽ പൗലോസിന്റെ ഈ പുതിയ നിയമ ചിന്ത യഹൂദേതര, ശ്രദ്ധിക്കണം, ഒന്നുകൂടി ഞാൻ പറയാം. പൗലോസ് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ചിന്തക്ക് രൂപം കൊടുക്കാൻ ഇടയായത്? വിശ്വാസത്താലുള്ള നീതീകരണം തനിക്കുണ്ടായ വെളിപ്പാടിന്റെ ഒരു പ്രതിഫലനമാണ്. എന്താ വെളിപ്പാട്? മുമ്പ് നമ്മൾ ചിന്തിച്ച പോലെ സഭ എന്ന് പറയുന്നത് സങ്കര സംസ്കാരമുള്ള വൈവിധ്യങ്ങളുടെ ഏകീകരണമായ
വ്യത്യസ്തമായ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ ക്രിസ്തുവിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടമായി തീർന്നപ്പോൾ ഈ സഭ എന്ന് അതിനൊരു സർവലൗകികത ഉണ്ടായി, സാർവത്രിക സ്വഭാവമുണ്ടായി. സഭയൊരു സാർവത്രികമായി എല്ലാവർക്കും എത്തിപ്പെടാൻ കഴിയുന്ന ഒരു പൊതു ഇടമായി മാറാനിടയിൽ, പൊതു കേന്ദ്രമായി മാറി സഭ. ആർക്കും ക്രിസ്തുവിനെ അറിഞ്ഞാൽ സഭയുടെ അംഗമായി തീരുന്ന ഒരവസ്ഥാവിശേഷം. അങ്ങനെയാണെങ്കിൽ ഈ സഭയിലേക്ക് സകല ആളുകളും, ലോകത്തിലുള്ള സകല ആളുകളും എത്തിപ്പെടണമെന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ട് ഇനി ന്യായപ്രമാണ പ്രകാരമാണ് ഒരാള് രക്ഷിക്കപ്പെടുന്നതെങ്കിൽ, രക്ഷ പ്രാപിക്കുന്നെങ്കിൽ അത് യഹൂദന് വേണ്ടി മാത്രമുള്ള സംവരണം ചെയ്യപ്പെട്ട ഒരവസ്ഥയാണ്, ഒരു രക്ഷണ പദ്ധതിയാണ്. അതുകൊണ്ട് അതല്ല, വാസ്തവത്തിൽ രക്ഷ എന്ന് പറയുന്നത് സൗജന്യമായി സകല ആളുകളും ആസ്വദിക്കേണ്ടതാണ്. ഒന്നുകൂടി ഞാൻ പറയുന്നു, രക്ഷ എന്നത് സൗജന്യമായി സകല ആളുകളും കരഗതമാക്കുകയും സ്വീകരിക്കുകയും സ്വായത്തമാക്കുകയും ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ് രക്ഷ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയുന്നു, ലളിതമായിട്ടൊന്നുകൂടെ പറയാം. ക്രിസ്തു എന്നത്, അല്പം കൂടി ഇറങ്ങി പറഞ്ഞാൽ, ക്രിസ്തു എന്നത് സകല ആളുകളും അംഗീകരിക്കപ്പെടേണ്ടതും സ്വീകരിക്കപ്പെടേണ്ടതും നേടേണ്ടതും ആസ്വദിക്കേണ്ടതുമാണ് ക്രിസ്തുവിനെ. ക്രിസ്തുവിനെ ആസ്വദിക്കണം, അല്ലേ? ക്രിസ്തു നമ്മളെ ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യണം? ആസ്വദിക്കാൻ തയ്യാറാണ്. ഈ ദൈവഹിതം എന്ന് പറയുന്നത് എന്താ? ദൈവഹിതം ദൈവഹിതം എന്താ? നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ സ്റ്റാറ്റസിനോ ഒത്ത ഒരു ആലോചനയാണെങ്കിൽ നമ്മൾ പറയും, ഓ ദൈവഹിതം കേട്ടോ, ദൈവ ഇതാണ്. കൊച്ച് +2 പാസ്സായി, 90% മാർക്കുണ്ടായിരുന്നു, പക്ഷേ കേരളത്തിൽ കിട്ടിയില്ല. ആന്ധ്രയിൽ പോയി ആരോടും പറയാതെ പെട്ടെന്ന് അഡ്മിഷൻ എടുത്തു. 1 ലക്ഷം രൂപ കൊടുത്ത് അഡ്മിഷൻ എടുത്തു. പിറ്റേ ഞായറാഴ്ച സാക്ഷി പറഞ്ഞു, കൊച്ച് അടുത്ത തിങ്കളാഴ്ച നമുക്ക് BSc നഴ്സിങ്ങിന് കിട്ടി. ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു, ഞങ്ങളൊരു പ്രാർത്ഥനയുടെ, ഒന്നും കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം. അതുകൊണ്ട് കൊച്ചു പോവുകയാണ്. അതുകൊണ്ട് വെള്ളി, ശനി, ഞായർ 3 ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് ഉപവസിക്കുകയാണ്. കൊച്ചു പോകുന്നത് ദൈവഹിതമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഉപവസിക്കുന്നു. സഭയായി എല്ലാവരും സംബന്ധിക്കണം. കർത്താവിന്റെ ദാസൻ, നമ്മൾ സാധാരണ പറയുന്ന ഒരു പദമല്ലേ ഇത്? ഒരു നമ്മുടെ ഒരു പഴക്കമായിട്ട് അല്ലേ നമ്മൾ സാധാരണ വെക്കുന്ന ഒരു അജണ്ട, ഒരു പ്രോഗ്രാം. ശ്രദ്ധിച്ചേ, ഈ കൊച്ചി അഡ്മിഷനും എടുത്ത് ടിക്കറ്റും ബുക്ക് ചെയ്ത്, കൊച്ചിനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അഡ്മിഷൻ എടുത്തിട്ട് വന്ന അന്ന് തന്നെ അച്ചാറിട്ട്, മീൻ വാങ്ങിച്ച് അച്ചാറിട്ട്. മാത്രമല്ല ഫുഡ് കൊള്ളത്തില്ലല്ലോ, അല്ലേ? എത്ര സൈസ് അച്ചാറിട്ടു, ചമ്മന്തിപ്പൊടി, അവലോസ് പൊടി, കമ്പിട്ട് പൊടികളും നമ്മൾ ഉണ്ടാക്കി വെച്ച്, കൊച്ചിനുള്ള ചുരിദാറും കാര്യങ്ങളും എല്ലാം ഡ്രസ്സും എല്ലാം വാങ്ങിച്ച് റെഡിയാക്കി പോകാനുള്ള സകല സെറ്റപ്പും ഉണ്ടാക്കിയിട്ട് ഈ കൊച്ചു പോകുന്നത് പിന്നെ ദൈവഹിതമാണോ എന്ന് അറിയുന്നത് എന്തായി യുക്തി? നിങ്ങളൊന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി, ദൈവഹിതം എന്താണെന്ന് എൻ്റെ ചെറിയ മനസ്സിൽ തോന്നിയ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ പറയാം. നമ്മൾ സാധാരണ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മുടെ യുക്തിക്കും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ അറിവിനും നമ്മുടെ ഇഷ്ടത്തിനും നമ്മൾ ലളിതമായിട്ട് നമ്മുടെ ഒരു മേളാങ്കത്തിന് അനുസരിച്ച് തുള്ളുന്ന ഒരു ദൈവത്തിന്റെ ഒരു കാര്യപരിപാടിയാണ് വാസ്തവത്തിൽ ദൈവഹിതം. ആണോ? ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ദൈവത്തിന് ഇഷ്ടമാണോ? പറഞ്ഞേ. അല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം നമുക്ക് ഇഷ്ടമാണോ? ആകണമെന്നില്ല. ആകണമെന്നില്ല. അല്ല, ആകണമെന്നില്ല. അത്ര മതി. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ദൈവത്തിന് ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം എൻ്റെ അഭിപ്രായമാണ്, ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം എനിക്കും ഇഷ്ടമില്ല. ശ്രദ്ധിച്ചേ, ഈ ഇഷ്ട അനിഷ്ടങ്ങളുടെ പേരാണ് ഞാൻ കണ്ടെത്തിയ എൻ്റെ ദൈവഹിതം എന്ന് പറയുന്നത്. മനസ്സിലായോ? ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ദൈവത്തിന് ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇഷ്ട അനിഷ്ടങ്ങളുടെ തിരിച്ചറിവിന്റെ പേരാണ് വാസ്തവത്തിൽ ഞാൻ മനസ്സിലാക്കിയ ദൈവഹിതം. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് ദൈവത്തിന് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ള തിരിച്ചറിവും ബോധ്യം എനിക്കുണ്ടാകുക. ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം എനിക്ക് ഇഷ്ടമാകുക, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതെല്ലാം എനിക്ക് ഇഷ്ടമല്ലാതാകുക. ദൈവത്തിന് ഇഷ്ടം ഇല്ലാത്തതെല്ലാം എൻ്റെ ഇഷ്ടവും ദൈവത്തിന്റെ ഇഷ്ടമെല്ലാം എൻ്റെ ഇഷ്ടക്കേടുമായി തീരുമ്പോൾ അതിനെങ്ങനെയാ വിളിക്കാൻ പറ്റുക ദൈവത്തിന്റെ ഹിതമെന്ന്? പോട്ടെ, നിങ്ങൾക്ക് എങ്ങനെയാണ് വ്യാഖ്യാനിക്കാം. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു മാത്രമേ. ഞാൻ പറഞ്ഞ എത്രയേ ഉള്ളൂ, വാസ്തവത്തിൽ
നമ്മൾ ചിന്തിക്കുന്നത് പൗലൂസിന്റെ നീതീകരണം എന്ന വിഷയമാണ്. വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത് ഈ ക്രിസ്തു എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയാണെങ്കിൽ ക്രിസ്തുവിനെ നന്നായി ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. ക്രിസ്തുവിനെ നന്നായി ആസ്വദിക്കാൻ കഴിയണം. ക്രിസ്തുവിനെ ടേസ്റ്റ് ചെയ്യാൻ കഴിയും. ഓ ടേസ്റ്റ് ആൻഡ് സീ അല്ലെ, അങ്ങനെയല്ല പറയുന്നത്. ക്രിസ്തുവിനെ നന്നായി മനസ്സിലാക്കാൻ കഴിയുക, ക്രിസ്തുവിന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആ ക്രിസ്തു എന്ന് പറയുന്ന ആ വ്യക്തിവിശേഷം നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് സനാതനമായ ധർമ്മം. വാസ്തവത്തിൽ അതാണ് ക്രിസ്തു. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം, അത് എല്ലാവർക്കും സ്വീകാര്യമാകണം. അങ്ങനെയാണെങ്കിൽ കർമ്മമാർഗങ്ങളല്ല, ന്യായപ്രമാണത്തിന്റെ ഈ പഠനമല്ല, ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കലല്ല, ന്യായപ്രമാണത്തിന്റെ കർമ്മകാണ്ഡങ്ങളല്ല, മറിച്ച് നീതി വിശ്വാസത്താൽ മാത്രമേ, നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് മാത്രമേ ഇതെല്ലാം പ്രാപിക്കാൻ കഴിയൂ എന്നുള്ള ബോധ്യമാണ് വാസ്തവത്തിൽ തന്റെ ലേഖനങ്ങളിലൂടെ ഈ ചിന്തകൾ മുൻപോട്ട് വെക്കാൻ ഇടയായത്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ ചിന്തിക്കുന്ന അടുത്ത പൗലൂസിന്റെ ലേഖനങ്ങളാണ്. പൗലൂസിന്റെ ലേഖനങ്ങളുടെ വ്യത്യസ്തമായ നിലവാരം നമുക്കറിയാമല്ലോ. ഈ ലേഖനങ്ങൾ അപ്പം അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശാലമായി പഠിക്കുമെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലം, ഒരു തുടക്കം എന്ന നിലയിൽ നമ്മൾ അതിനെ ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കറിയാം, ഈ ലിഖിതമാക്കപ്പെട്ടത് വാമൊഴിയായി, പണ്ടത്തെ പ്രമാണങ്ങളും ഉപദേശങ്ങളും എല്ലാം വാമൊഴികളായിരുന്നു. ക്രിസ്തുവിന്റെ കാലത്തെല്ലാം വാമൊഴിയായിരുന്നു. പിന്നീടാണ് അത് ലിഖിതമാക്കപ്പെട്ടത്, വരമൊഴിയാക്കപ്പെട്ടത്. അപ്പം അങ്ങനെ വാമൊഴിയായി പറഞ്ഞു വന്നതിനെ പിന്നീട് പറഞ്ഞ് പദം വന്ന് പിന്നീട് അതിന് മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ലിഖിതമാക്കപ്പെടുന്ന ഒരു നിയമം, ലിഖിതമാക്കപ്പെടുന്നതിന് ഒരിക്കൽ പോലും മാറ്റമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പൗലൂസ് തന്റെ പഠിപ്പിക്കലുകളിലും ലേഖനങ്ങളിലും ഒക്കെ അത്തരത്തിലുള്ള ചിന്തകൾ കണിശമായി പറയാനിടയായിത്തീർന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട, പ്രാഥമികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗലൂസ് വളരെ പർപ്പസ്ലി ഒരു ദൈവശാസ്ത്ര ചിന്ത ഉണ്ടാക്കാൻ വേണ്ടി എഴുതിയ ലേഖനങ്ങൾ ചുരുക്കമാണ്. അത് 1-2 ലേഖനങ്ങളിൽ കൂടി മാത്രമേ ഉള്ളൂ അത്തരം ചിന്തകൾ. അപ്പം അതിനകത്ത് യവനായ ചിന്തകളുടെ ഒരു സാരാംശങ്ങൾ ഉണ്ടാകാം, യഹൂദ മത പശ്ചാത്തലത്തിൽ സാരാംശം ഉണ്ടാകാം, സർവലൗകിക സഭയ്ക്ക് സ്വീകാര്യമായ സാരാംശങ്ങൾ ഉണ്ടാകാം. എന്നാൽ സഭ രൂപീകൃതമായപ്പോൾ സഭയിൽ ഉടലെടുക്കുന്ന പാഷാണ്ഡതയ്ക്കെതിരെ, അല്ലെങ്കിൽ ദുരുപദേശങ്ങൾക്കെതിരെ, കൾട്ടുകൾക്കെതിരെ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ, അവിടുത്തെ വിശ്വാസികളെ തന്നെ സജ്ജരാക്കാൻ, അതിനുവേണ്ടി നന്നായി ഉപദേശിക്കാൻ, കരുത്തുള്ളവരാക്കി തീർക്കാൻ വേണ്ടി എഴുതിയ ഉപദേശങ്ങളാണ് വാസ്തവത്തിൽ തന്റെ ലേഖനങ്ങളല്ല. ആ ലേഖനങ്ങളിൽ അതുകൊണ്ട് തന്നെ താൻ ഒരു വലിയ ദൈവശാസ്ത്ര ചിന്തയ്ക്ക് വേണ്ടി എഴുതി അവരെ പഠിപ്പിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം സഭ സ്ഥാപിക്കുന്നു, അടുത്ത ഓരോ മിഷണറി നടത്തുമ്പോഴും ആ സഭകളുടെ ജനങ്ങൾ തന്റെ പ്രഭാഷണങ്ങളിലൂടെയോ തന്റെ ശുശ്രൂഷയിലൂടെയോ ഒരുപാട് ആളുകൾ മുൻപോട്ട് വരുന്നു, ശുശ്രൂഷയിലേക്ക് മുൻപോട്ട് വരുന്നു, അവിടെയൊക്കെ സഭ രൂപീകൃതമാകും. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, സഭ രൂപീകൃതമാകുമ്പോൾ തന്നെ സഭയിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾ സങ്കര സംസ്കാരമുള്ള ആളുകളാണ്. ഇപ്പൊ ന്യായപ്രമാണം ഉള്ള ആളുകളുണ്ട്, ന്യായപ്രമാണം ഇല്ലാത്ത ആളുകളുണ്ട്, അങ്ങനെ കർമ്മമാർഗങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, ആണ്ടുകളിൽ, ബലികളിൽ, അതുപോലെ നേർച്ചകളിൽ, കാഴ്ചകളിൽ, ജന്മദിനങ്ങളിൽ, അങ്ങനെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെ ചുരുക്കം പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച ആളുകൾ ഉണ്ടായിരുന്നു, ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇവരെല്ലാം കൂടി പിന്നീട് ഒന്നിച്ചുകൂടി ക്രിസ്തു നിമിത്തം എല്ലാവരും ഒന്നിച്ച സഭയിൽ കൂടി. അപ്പോൾ തന്നെ ഈ പഠിപ്പിക്കലിന്റെ അഭാവവും ശിഷ്യന്മാരുടെ, നേതാക്കന്മാരുടെ അഭാവവും ഒക്കെ ഉടലെടുത്തപ്പോൾ അവിടെ പ്രായണ ഉയർന്നു വന്ന പാഷാണ്ഡതകൾക്കെതിരെ, അല്ലെങ്കിൽ ദുരുപദേശങ്ങൾക്കെതിരെ ശക്തമായി അവരെ സജ്ജരാക്കാൻ വേണ്ടിയാണ് പൗലോസ് ലേഖനങ്ങൾ എഴുതിയത്. അതുകൊണ്ട് പ്രായോഗികമായ ഒരു നിർദ്ദേശം പോലെ, ഒരു വഴക്ക് പറയുന്ന പോലെ, ചിലപ്പോൾ ഉപദേശിക്കുന്ന പോലെ, ഇളയ ആളുകളെ ശാസിക്കുന്ന പോലെയും മുതിർന്നവരെ സ്നേഹത്തോടെ തലോടുന്ന പോലെയും ഒക്കെയുള്ള സാരോപദേശങ്ങൾ താൻ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വാസ്തവത്തിൽ ക്രോഡീകരിച്ചു കഴിഞ്ഞാൽ ഇതിന് കൂടി വലിയ ചിന്തകളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതാണ് പൗലൂസിന്റെ ലേഖനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി
നമ്മുടെ സമയം തീർന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത ആഴ്ചയിൽ പൗലോസിന്റെ ലേഖനങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. ആ ലേഖനങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ് ലേഖനങ്ങൾ, ലേഖനങ്ങൾ എന്തൊക്കെയാണ് പ്രതിപാദ്യ വിഷയങ്ങൾ, അതിന്റെ ഓരോ കാറ്റഗറി അനുസരിച്ച് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മളൊരു ആമുഖം പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം പൗലോസിന്റെ ദൈവശാസ്ത്ര ചിന്തകളിൽ രക്ഷാസത്വശാസ്ത്രം, സഭാതത്വശാസ്ത്രം, അങ്ങനെ ഓരോ ചിന്തകൾ നമ്മൾ പഠിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏതെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് രാവിലെ നോട്ട് കിട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. പറഞ്ഞോളൂ. ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്നെ ആർക്കും സംശയമുണ്ടോ? ഇല്ലല്ലോ. പ്രാർത്ഥിച്ച് എല്ലാ ആളുകളും വളരെ ശ്രദ്ധയോടുകൂടി കേട്ടതിന് നിങ്ങളെല്ലാം ഞങ്ങളുടെ പാട്ടുകളൊക്കെ ചർച്ചിൽ പാടണം കേട്ടോ. ഒരു കോമൺ ആയിട്ട് ഞാൻ പറയുക, ഞങ്ങളെ പുതിയ ചാരിച്ചാൻ എഴുതിയ പാട്ട് നിങ്ങളെല്ലാം കേൾക്കണം, പാടണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു ഈ വൈവിധ്യങ്ങളുടെ ഏകോപനമാണ് സഭ എന്ന ഒരു പദം പറഞ്ഞായിരുന്നു, അതൊന്ന് വിശദീകരിക്കാമോ? അതെ, അതെന്താണെന്നാണോ? അതെ 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 നമുക്കറിയാം. ഒന്ന് കൺക്ലൂഡ് ചെയ്തേക്കണേ. എന്തോ? ഷാജി മാഷ്. ഓക്കെ ശരി. ഈ നമുക്കറിയാം, നമ്മുടെ സഭ തന്നെ എടുത്ത്, നമ്മുടെ ഒരു പെന്തക്കോസ്ത്, ഒരു നോർമൽ ഒരു സഭ ഏതെല്ലാം വിശ്വാസങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു, ഏതെല്ലാം ആചാരങ്ങൾ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു, ഏതെല്ലാം രീതിയിൽ ജീവിച്ച ആളുകളായിരുന്നു. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ഇപ്പം വ്യത്യസ്തമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. പുതിയ നിയമസഭ എന്ന് പറഞ്ഞാൽ വൈവിധ്യങ്ങളുടെ ഏകീകരണമാകണം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ ജീവിത പശ്ചാത്തലമുള്ള ആളുകൾ, ആചാരങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളിൽ മുൻകാലങ്ങളിൽ എല്ലാവരും ഒരേ കൂട്ടം ആളുകൾ ഒന്നിച്ചു കൂടി അത് സഭയാകില്ല എന്നാ ഞാൻ ഈ പറഞ്ഞത്. വൈവിധ്യങ്ങളുടെ ഏകീകരണം എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ വ്യത്യസ്തമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും വിഭാഗങ്ങൾ ഉണ്ടാക്കിയ മതചിന്തകളിൽ നിന്നും ജാതീയ ചിന്തയിൽ നിന്നും പ്രമാണമുള്ളവനും പ്രമാണമില്ലാത്തവനും എല്ലാവരും അവരെല്ലാം ക്രിസ്തു നിമിത്തം, ക്രിസ്തുവിനെ അറിഞ്ഞു എന്നുള്ള ഒറ്റ കാരണം നിമിത്തം, അവരെല്ലാം രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം നിമിത്തം സഭയിലേക്ക് എത്തിപ്പെട്ടു. അങ്ങനെ ഇങ്ങനെയുള്ള മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന വൈവിധ്യങ്ങളുടെ ഒരു സമ്മേളനമാണ് വാസ്തവത്തിൽ സഭ എന്ന് പറയുന്നത്. അതാണ് ഞാൻ അർത്ഥമാക്കിയത് കേട്ടോ. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് കടന്നു വന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒന്നിച്ചിന്നും കൂടി വരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. നിങ്ങളുടെ സഹകരണത്തിനും നിങ്ങളുടെ താല്പര്യത്തിനും പഠിക്കുന്ന ആർജവത്തിനും കർത്താവ് പ്രതിഫലം തരട്ടെ. ദൈവം നമ്മളെ മാനിക്കട്ടെ. അനേകരെ ചേർക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. പലരും കൂടി കടന്നു വന്ന് വചനം പഠിപ്പാൻ നമ്മൾ പ്രേരിപ്പിക്കണം. ഇന്ന് വചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ ഷാജൻ പാറക്കടവിനുള്ള നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുന്നു. കർത്താവ് പ്രിയ ദേവദാസനെ ശക്തിയോടെ ഉപയോഗിച്ചതിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ കടന്നുപോകാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും ഈ രാത്രികാലവും വചനം പഠിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുകയും ഒരുക്കുകയും ചെയ്ത ദൈവത്തിന്റെ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ, പല ടൈം സോണിലിരുന്ന് കർത്താവ് വചനം പഠിപ്പാൻ ഞങ്ങൾക്ക് തന്ന ശ്രേഷ്ഠമായ സമയത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ ദാസനെ കർത്താവ് കരങ്ങളുടെ അടുത്ത് സ്തോത്രം. വീണ്ടും ശക്തിയോടെ ഉപയോഗിക്കണമേ. കടന്നുന്ന എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം എല്ലാവരുടെ ആവശ്യങ്ങൾ കർത്താവ് മനസ്സറിഞ്ഞ് ദൈവകൃപ ഞങ്ങളെ സൂക്ഷിച്ച കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ ബലം തന്ന് നല്ല ഉറക്കത്തെ തന്ന് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പിതാവേ, ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗം കൂട്ടായ്മയും കാവലും നമ്മൾ ഓരോരുത്തരുടെ കൂടെയും നമ്മൾ ചിന്തിച്ച ദൈവനത്തോടുകൂടെയും നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളോടുകൂടെയും ഇന്ന് ഓരോന്നേക്കും കർത്താവിന്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തയേശുവിന്റെ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം.
Hallelujah. 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 God bless you. Have a blessed night. We'll see you tomorrow. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും നാളെ വൈകിട്ട് നമ്മുടെ പാസ്റ്റർ CB ആൻഡ്രൂസ് ക്ലാസ് എടുക്കുന്നതാണ്. വെളിപ്പാട് പുസ്തകം. എല്ലാവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു. Thank you.